ആലപ്പുഴ ചേർത്തലയിൽ മാതാവും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്തു. ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു മൃതദേഹം. രതീഷിന്റെ വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. കുട്ടിയെ കാണാതായ വിവരം പുറത്തറിഞ്ഞതോടെ മൃതദേഹം കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് ശുചിമുറിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു, അത് ഒളിപ്പിക്കാൻ ഈ പ്രതികൾ നടത്തിയ ശ്രമം, കുട്ടിയെ തൃപ്പൂണിത്തുറയിൽ ഒരാൾക്ക് കൈമാറി വിറ്റു എന്നൊക്കെയായിരുന്നു മൊഴി നൽകിയത്. പോലീസ് ഇപ്പോൾ അതിക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? അതേ വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നത് ഒരു നവജാത ശിശുവിനെ കാണാനില്ലെന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ നൽകിയ മൊഴി, ഈ കുട്ടിയെ തങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മൂലം വളർത്താൻ പറ്റാത്തത് കൊണ്ട് കുട്ടിയെ മറ്റൊരു ആൾക്ക്, തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരാൾക്ക് ദത്ത് നൽകിയെന്ന മൊഴി നൽകി. പിന്നീട് വൈകിട്ടോടുകൂടിയാണ് നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഇത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ചേർത്തലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ അഡ്മിഷൻ ആകുന്നതും അവിടെ വെച്ച് പ്രസവം ഉണ്ടാകുന്നു. കഴിഞ്ഞ 30-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഈ ആൺ സുഹൃത്തായ രതീഷിൻ്റെ കൈവശം ഈ കുഞ്ഞിനെ കൊടുത്തു വിട്ടു. പിന്നീട് രതീഷിൻ്റെ മൊഴി അനുസരിച്ച് രതീഷും ആശയും കൂടെ ചേർന്ന് രതീഷിൻ്റെ വീട്ടിൽ വെച്ച് ഇരുവരും ചേർന്ന് വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു എന്നാണ്. പിന്നീട് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു പോലീസ് തങ്ങളുടെ പിന്നാലെയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ആ കുഴിയിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം, നവജാത ശിശുവിൻ്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം അത് ശുചിമുറിയിൽ ഒളിപ്പിച്ചു. ഇവരുടെ ഒരു പദ്ധതി ഈ തെളിവ് നശിപ്പിക്കുന്ന ഭാഗമായി ഇത് മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ അതിനു മുൻപേ തന്നെ പോലീസ് സംഘം, അന്വേഷണ സംഘം ഇവരെ കുടുക്കി, ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കുടുക്കി. നിലവിൽ ആശയുടെ മൊഴി, ആശ പറയുന്നത് ഈ രതീഷിന് കൈമാറിയിട്ടുണ്ട്, അത് മറ്റൊരാൾക്ക് ദത്ത് നൽകാൻ വേണ്ടിയാണ് കൈമാറിയത്, അത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം രതീഷ് മറച്ചു വെച്ചു എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ തമ്മിലുള്ള ഫോണിലെ സംഭാഷണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചാൽ മാത്രമായിരിക്കും കൊലപാതകത്തിൽ ആശയ്ക്ക് കൂടി പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന തുണിയടക്കം ഈ രതീഷിൻ്റെ വീടിൻ്റെ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് പോലീസ് നിലവിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ പൂർത്തിയാകും. അതിലെ മറ്റു വിവരങ്ങൾ ഒക്കെ തന്നെ പോലീസ് സംഘം ശേഖരിച്ച ശേഷമായിരിക്കും. മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിടുന്നു, അത് കുട്ടിയെ കാണാതായി എന്ന വിവരം പുറത്തറിഞ്ഞതോടെ അവിടെ നിന്ന് എടുത്ത് ഈ ശുചിമുറിയിൽ, പ്രതിയുടെ ശുചിമുറിയിൽ ഒളിപ്പിക്കുന്നു. പോലീസ് ഇപ്പോൾ എത്തി കണ്ടെത്തി ഒരു കൊലപാതകത്തിൻ്റെ, ഒരു അതിക്രൂര കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.